ജസ്റ്റ് ഇമാജിൻ നമ്മുടെ സൂര്യൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറ്റ് വേവ് കൂടുമല്ലോ, നമ്മുടെ ഭൂമി മുഴുവൻ നശിക്കും. സോ ഒരു അടുത്തൊരു 100 വർഷത്തിനുള്ളിൽ ഭൂമി ഈ സൂര്യൻ കാരണം നശിക്കും എന്ന് പറഞ്ഞ് ഭൂമിയിലുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം കൂടി ഒരു ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു. ഭൂമിയെ വേറെ സോളാർ സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ കുറേ എർത്തിൽ കുറേ എൻജിൻസ് വെച്ച് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ട് പറിച്ച് വേറെ സ്ഥലത്ത് കൊണ്ട് നടുക. ഇത് പറയുമ്പോൾ ഭയങ്കര വിയേർഡായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എന്താ അത്, എന്താ ഈ പറയണമെന്നൊക്കെ ചോദിക്കും. വിയേർഡായിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഭയങ്കര ഭയങ്കര ഇൻസെയിൻ ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ അതിന് നല്ല വെടിപ്പായിട്ട് എടുത്തുള്ളൂ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ് വാൻഡറിങ് എർത്ത് എന്ന് പറഞ്ഞ സിനിമ. ഇത് 2 പാർട്ട്, ആക്ച്വലി ഒരു 3 പാർട്ട് പടമാണ്. അതിൻ്റെ 2 പാർട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. 3ാമത്തെ പാർട്ട് അടുത്ത കൊല്ലം നമുക്ക് ഐ തിങ്ക് ഒരു ഫെബ്രുവരിയിലൊക്കെ ഇറങ്ങും, തുടക്കത്തിൽ തന്നെ 3rd പാർട്ട്. ഈ 2 പാർട്ടും സെറ്റ് സാധനമാണ്. ഒന്ന് നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഒന്ന് ആമസോൺ പ്രൈമിലും ഉണ്ട്. ഇതൊരു ചൈനീസ് പടങ്ങളാണ്. ആൻഡ് ഈ പടത്തിൻ്റെ ഈ ഒരു പ്ലോട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഷിയർ സ്കെയിലുണ്ട്. ഇവരെടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബ്രഹ്മാണ്ഡ സെറ്റപ്പാണ്. അത് കണ്ടാൽ നമ്മൾ ഒരു ബിഗ് സ്ക്രീനിലൊക്കെ കാണേണ്ടതെന്ന് എനിക്ക് കണ്ടപ്പോൾ, ഇത് നമ്മുടെ ചെറിയ സ്ക്രീനിലൊന്നും കണ്ടപ്പോൾ, ഇത് തിയേറ്ററിലിരുന്ന് കാണേണ്ടിയിരുന്ന ഒരു ഐമാക്സിലൊക്കെ കാണേണ്ട അത്രയും ബ്രഹ്മാണ്ഡ സെറ്റപ്പിലാണ് ഇവർ ഈ സാധനം എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു കാറ്റസ്ട്രോഫിക് ഇവൻറ്റ് എന്നത് മാത്രമല്ല, ഒരു സർവൈവൽ മോഡിലുള്ള ഒരു ത്രില്ലർ സ്വഭാവമൊക്കെ ഒരു പടം കൂടിയാണ്. ഈ സിനിമ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ആക്ച്വലി സീക്വലാണ്. നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടാണ്, അതായത് ഈ ഒരു പ്രൊജക്റ്റ് ഇവർ തുടങ്ങി, പ്രൊജക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നടക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഫസ്റ്റ് പടത്തിൽ നമുക്ക് കാണിച്ചു തരും. അതായത് വാൻഡറിങ് എർത്ത് എന്ന് പറഞ്ഞ ഈ ഫസ്റ്റ് പടത്തിൽ ഈ സൂര്യൻ ഈ പറഞ്ഞ പോലെ എക്സ്പാൻഡ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എക്സ്പാൻഡ് ആവുന്നത് കണ്ടിട്ട് ഓൾറെഡി ഇവർ ഈ ഒരു ജേണി തുടങ്ങി, ഒരു വാൻഡറിങ് എർത്ത് ജേണി തുടങ്ങി. അതായത് എർത്തിൽ കുറേ എൻജിൻസ് ഒക്കെ ഫിറ്റ് ചെയ്ത് ഇവരിങ്ങനെ ഒരു ജേണി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10,000 എർത്ത് എൻജിൻസ്, അതായത് എർത്തിന് ചുറ്റും ഒരു 10,000 എൻജിൻസ് വെച്ച് പുഷ് ചെയ്ത് കൊണ്ടുപോകുക. നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റി അടുത്ത് വേറൊരു സോളാർ സിസ്റ്റത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്യണം. അത് എർത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നതാണ് ഇവരുടെ പരിപാടി. ഞാനീ പറഞ്ഞ ലോജിക്കും കാര്യങ്ങളൊന്നും ആലോചിക്കരുത്. ഞാൻ ഈ പ്ലോട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ പടം കാണുമ്പോൾ നമുക്ക് എൻ്റയർലി മനസ്സിലാവും. ഈ പറഞ്ഞ ആ ലോജിക്കും അതിനൊക്കെ നമ്മൾ വിട്ടും, നമ്മൾ അതിൽ ഫുള്ളായിട്ട് എൻഗൾഫായിട്ട് അത്രയും അടിപൊളിയായിട്ടാണ് ഒരു സാധനം മേക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കണതിൻ്റെ വഴിക്ക് പോണ വഴി നമുക്ക് ജൂപ്പിറ്റർ ഉണ്ടല്ലോ. ഈ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ പുൾ ചെയ്യാൻ തുടങ്ങും. ഇവരുടെ ആ ഒരു പ്ലാനിൽ അതില്ലായിരുന്നു. ചെറിയൊരു ഇൻസിഡൻറ്റ് കാരണമാണ് ഇങ്ങനൊരു കൊളീഷൻ അതിലേക്ക് വരുന്നത്. സോ ജൂപ്പിറ്റർ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്ലാനറ്റ് ജൂപ്പിറ്റർ വെച്ച് നോക്കുമ്പോൾ ജൂപ്പിറ്റർ ഇത്രയും ഉണ്ടാവും, നമ്മുടെ പ്ലാനറ്റ് ഇത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ അടുത്ത് കൂടെ പോകുന്ന വഴിക്ക് ഇതിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ള് വരുമ്പോൾ നമ്മുടെ എർത്ത് പോയിട്ട് ജൂപ്പിറ്ററിൽ പോയി കൊളൈഡാവും. അങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുറേ ശ്രമങ്ങളാണ് ഈ ഫസ്റ്റ് പടത്തിൽ, വാൻഡറിങ് എർത്ത് പറഞ്ഞാൽ ഫസ്റ്റ് പടത്തിൽ നമുക്ക് കാണിച്ചു തരാം. സോ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, ആളുടെ മകൻ ഇവിടെ താഴെ ഭൂമിയിലുണ്ട്. സോ അവരുടെ ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളും പിന്നെ ഭൂമിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ തന്നെ ഈ എർത്ത് എൻജിൻസ് കുറേയൊക്കെ ഷട്ട് ഡൗൺ ആയി. ഈ ഷട്ട് ഡൗൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നടത്തുന്ന കുറേ ശ്രമങ്ങളാണ്. സോ അതൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ്. ഭയങ്കരധികം എൻഗേജിങ് ആയിട്ട്, ഭയങ്കരധികം ഇമോഷണലി കണക്റ്റ് ആയിട്ടും ഒരു ബ്രഹ്മാണ്ഡ സ്കെയിലുമാണ് ഈ സാധനം മുഴുവനായിട്ട് മേക്ക് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ. ഇത് പറയുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ആയതുകൊണ്ട് കുറേയധികം ഹ്യൂമാനിറ്റി സാക്രിഫൈസസ് ഓൾറെഡി ഇവർ ഈ പ്ലോട്ടിൽ തന്നെ വരുത്തിയിട്ടുണ്ട്. വെറുതെ എല്ലാവരും, അതായത് ഭൂമിയിലുള്ള എല്ലാവരും നമ്മൾ സുഖമായിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക, നമ്മുടെ ഭൂമി വേറെ സ്ഥലത്ത് കൊണ്ട് പറിച്ചിടുക, ആ ഒരു സെറ്റപ്പൊന്നും അല്ല. അത് നീറ്റായിട്ട് ഇവർ പറയുന്നുണ്ട്. ഇത് 1-2 ദിവസം കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ നടക്കുന്ന പരിപാടിയല്ല. 2500 വർഷത്തെ ഒരു പ്ലാനാണ്, ഒരു പ്രൊജക്റ്റാണ് ഈ വാൻഡറിങ് എർത്ത് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്. അതായത് പല ജനറേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പ്ലാനറ്റ് അവിടെ പോയി എത്തുക. ഇപ്പോൾ ഉള്ള ജനറേഷനിൽ ഈ ഒരു ഇവൻ്റ് തുടങ്ങുന്ന സമയത്ത് ഉള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് ജനറേഷൻ ഓഫ് ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുള്ളത് മാത്രമാണ് ഈ ഒരു പടത്തിൽ കാണിച്ചു തരാം. അതിന് പല ക്രൈസിസ് ഉണ്ടായിരുന്നു. അതായത് ജൂപ്പിറ്റർ ക്രൈസിസ് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഇതിന് മുമ്പ് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൽ ഈ ഒരു ജൂപ്പിറ്റർ ക്രൈസിസും അതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു ലൂണാർ ക്രൈസിസും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഇനി വരാനിരിക്കുന്ന ഒരു സോളാർ ഫ്ലെയർ ക്രൈസിസ് ഒക്കെ ഉണ്ട്. സോ അതായിരിക്കും നമുക്ക് 3rd പാർട്ടി കാണിച്ചു തരിക. സോ ഇങ്ങനെയാണ് ഈ ഒരു പടത്തിൻ്റെ സ്റ്റേജിങ്. ഈ ഒരു പടത്തിൽ ഫസ്റ്റ് പടത്തിൽ ഈ ഒരു ജൂപ്പിറ്റർ ക്രൈസിസ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ആൻഡ് ഈ ഒരു ഇവൻറ്റിലേക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ഭൂമിയിൽ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഭൂമിയിലെ ടെമ്പറേച്ചർ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവും, ഫുൾ തണുപ്പാവും. സോ അതുകൊണ്ട് തന്നെ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ, നമ്മുടെ താനോസൊക്കെ പറയില്ലേ സ്നാപ്പ് ചെയ്ത് കളഞ്ഞില്ല, അതേപോലെ ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ ഓൾറെഡി മരിക്കുന്നുള്ളൂ തീർച്ചയാണ്. ബാക്കി പകുതി ഉള്ളവർ ലോട്ടറി എടുത്ത് അവർക്കൊക്കെ തന്നെ നമ്മൾ സിലോ എന്ന് പറഞ്ഞ സീരീസിൽ കണ്ടില്ല, അതേപോലത്തെ കുറേ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ഉണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്.
സോ ഈ ജൂപ്പിറ്ററിൻ്റെ ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് കുറേ എർത്തുകയൊക്കെ ഉണ്ടായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികൾ തന്നെ കുറേ ഇല്ലാണ്ടാവും. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ആൾക്കാർ എങ്ങനെ രക്ഷപ്പെടും, അവരെങ്ങനെയാണ് ഈ പറയുന്ന എർത്ത് എഞ്ചിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പടത്തിന് മെയിൻ ഹൈലൈറ്റ്. സോ എനിക്ക് പ്ലോട്ട് ആക്ച്വലി ആദ്യം ഇത് കണ്ടു തുടങ്ങിയപ്പോൾ എന്താ ഇതൊക്കെ എങ്ങനെയാണ് പടം എന്ന് വിചാരിച്ചെങ്കിലും ലിറ്ററലി ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതേ സാധനം തന്നെ. പക്ഷെ പടം കണ്ടുവരുമ്പോൾ നല്ല 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 എൻഗേജിങ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട അപ്പോൾ തന്നെ അടുത്ത പടം ഞാൻ എടുത്ത് കണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ പടം, അടുത്ത പടം ആമസോൺ പ്രൈമിലുണ്ട്. ഈ പടം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പടം ഇതിൻ്റെ ആക്ച്വലി പ്രീക്വലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ലൂണാർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് വേറൊരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി നമ്മൾ ഈ ഒരു പ്ലാൻ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഭൂമിനെ എർത്ത് എഞ്ചിൻസ് വെച്ച് നമുക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിലാണ് വേറൊരു പല്ലാപ്പ് നമ്മുടെ അപ്പുറത്ത്, അതായത് നമ്മുടെ ഇവിടെ സൂര്യനുണ്ട്, ഇവിടെ നമുക്ക് ഭൂമിയുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഉണ്ടല്ലോ. ഈ സാധനം ഇവിടെ വന്ന് ഇടിക്കാൻ പോകും. ചന്ദ്രൻ വന്നിട്ട് മൂൺ വന്നിട്ട് നമ്മുടെ എർത്തിലായിട്ട് കൊളൈഡ് ചെയ്യാൻ പോകുന്നു ഗ്രാവിറ്റേഷൻ പുള്ള് കാരണം. സോ അപ്പോൾ ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പൊട്ടിച്ച് കളയുക, അല്ലെങ്കിൽ ചന്ദ്രനെ പുഷ് ചെയ്ത് കളയുക എന്നുള്ളതൊക്കെയാണ്. സോ അതാണ് ഈ ഒരു ഫസ്റ്റ് പടത്തേക്ക് നമുക്ക് കാണിച്ചു തരാം, വാൻഡറിങ് എർത്തിൻ്റെ ഫസ്റ്റ് പടത്തിൽ. അതിൻ്റെ കൂടെ തന്നെ ഈ ചന്ദ്രൻ ഏകദേശം ഇടിക്കാറാവും എന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ ഇവർക്ക് ഈ സാധനവും തുടങ്ങണം. ഇത് രണ്ടും കൂടി ഇവരെങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് സെക്കൻഡ് പടത്തിൽ നമുക്ക് കാണിച്ചത്. ഫസ്റ്റ് പടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവരെങ്ങനെ ഇത് ഈ പ്രൊജക്റ്റ് തുടങ്ങി, ഇവരിത് പുഷ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്ന സാധനം നമുക്ക് കാണിച്ചു തരില്ല. അത് സെക്കൻഡ് പടത്തിലേക്ക് കാണിക്കുക. സെക്കൻഡ് പടത്തിൽ എക്സ്ട്രാ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ലൂണാർ ക്രൈസിസ് ഉണ്ട്, ഇത് വന്ന് ഇടിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് സൂര്യൻ അവിടെ തന്നെ ഉണ്ടല്ലോ, സൂര്യൻ എവിടെയും പോകുന്നില്ല, എൻ്റെ ഇടയിൽ കൂടി വാൻഡറിങ് എർത്ത് തുടങ്ങുകയും വേണം. ഇതിൻ്റെ ഒക്കെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് ഭൂമിയിലുള്ള ആൾക്കാർ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നമ്മുടെ കോൺഷ്യസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം എന്തായിരുന്നു, നമ്മൾ 2000 കൊല്ലം മുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇതുപോലെ 2500 കൊല്ലമൊക്കെ ഈ അണ്ടർഗ്രൗണ്ടിൽ താമസിച്ച ആൾക്കാർക്ക് എന്താ നടന്നതെന്നും കൂടി ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഇപ്പോഴുള്ള കോൺഷ്യസ് സേവ് ചെയ്യാൻ വേണ്ടി, പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AI ടെക്നോളജിക്ക് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സെക്കൻഡ് പടത്തിൽ കാണിച്ചു തരുന്നുണ്ട്. സോ ലൂണാർ ക്രൈസിസ്, സോളാർ ക്രൈസിസ്, AI ക്രൈസിസ്, അങ്ങനെ ഹ്യൂമാനിറ്റി മുഴുവൻ അങ്ങോട്ട് ഇല്ലാണ്ടാവുന്ന കുറേ സീക്വൻസുകളുണ്ട്. ഇതിൽ ഈ ഒരു ലൂണാർ ക്രൈസിസിന് ഇവർക്ക് ഈ ചന്ദ്രനെ പുഷ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ പുള്ളിയിൽ നിന്ന് പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൽ ആറ്റം ബോംബ് വെച്ച് പൊട്ടിക്കണം. അപ്പോൾ ആ സെറ്റപ്പാണ്. സോ അതിന് വേണ്ടിയിട്ട് ഇവർ ചന്ദ്രനിലേക്ക് ഒരു ബ്രിഡ്ജ് വെച്ചു. നമ്മുടെ ആപ്പിൾ TV പ്ലസിൽ ഒരു സീരീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു, ഫൗണ്ടേഷനിൽ ഇതേപോലത്തെ ഒരു പ്ലോട്ട് ഉണ്ട്. അതായത് 2 എർത്തുകളും അല്ലെങ്കിൽ ഒരു മൂണും ഒരു എർത്തും തമ്മിൽ ഒരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ഒരു പാലം, ഒരു ലിഫ്റ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇതിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം, ലിഫ്റ്റിൽ പോയിട്ട് വരാം. ലിഫ്റ്റിൽ നമുക്ക് ചന്ദ്രനിലേക്ക് നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരു ലിഫ്റ്റ് ഓണാക്കിയാൽ കുറച്ച് നേരം എടുക്കും, എത്ര സമയം എടുക്കും, അതിനുള്ളിൽ അവിടെ എത്തും. ഭയങ്കര സ്പീഡിലേക്ക്, ഹൈ സ്പീഡിൽ പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ആ സീരീസിൽ. അതേപോലെ തന്നെയായിരുന്നു ഫൗണ്ടേഷനിൽ. അടിപൊളി കോൺസെപ്റ്റാണ്. അതിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ വന്ന് പൊട്ടിക്കുന്നതാണ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പടത്തിൽ ആദ്യം തന്നെ കാണിക്കുക. സോ അതൊരു ക്രൈസിസ്, ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു മൂണിൻ്റെ ക്രൈസിസ്, ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കോൺഫ്ലിക്റ്റുകൾ വെച്ചിട്ടാണ് സെക്കൻഡ് പടം. ഫസ്റ്റ് പടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ പ്രിമൈസ് ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രിമൈസ് ഇങ്ങനെ വലുതായി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സെക്കൻഡ് പടത്തിൽ. ഇപ്പോൾ ഭയങ്കര വാസ്റ്റായിട്ടുള്ള സ്കെയിലാണ്, ഭയങ്കര വാസ്റ്റായിട്ടുള്ള പ്രൊജക്റ്റാണ്. ഇതൊക്കെ എങ്ങനെയാ അവരുടെ തലയിൽ വരുന്നതെന്നാണ് ഞാൻ പല സമയത്തും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. അത്ര ഗംഭീരമായിട്ട് ഒരു മേക്ക് ചെയ്തിട്ടുണ്ട്. VFXലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അവർ നോക്കിയിട്ടില്ല. ഐ തിങ്ക് ഒരു 50 മില്യൺ എന്തോ പ്രൊജക്റ്റിലാണ് അല്ലെങ്കിൽ ബഡ്ജറ്റിലാണ് ഈ ഒരു പടങ്ങൾ എടുത്തിട്ടുള്ളത്. പക്ഷേ 600-700 മില്യൺ എന്തോ അടിച്ചിട്ടുണ്ട്. സോ ചൈനയിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിംസിലൊക്കെ ഉള്ളതാണ്. ഒരു 5-6ാമത്തെ പൊസിഷനിലാണ് ഈ 2 പടങ്ങൾ. എന്നെ സംബന്ധിച്ച് ഒരു ഗ്രാൻഡ് സ്കെയിലിൽ, ഒരു എപ്പിക് സ്കെയിലിൽ കാണേണ്ട സാധനമായിരുന്നു. തേർഡ് പടം എന്തായാലും ഐ തിങ്ക് ഇവിടെ റിലീസ് ഉണ്ടാവും. കുറച്ച് വൈകിട്ടാണെങ്കിൽ, ഇപ്പോൾ മിക്ക ചൈനീസ് പടങ്ങളും അറിയാലോ, കുറച്ച് വൈകിട്ടാണെങ്കിൽ റിലീസ് ഉണ്ടാവും. ഇവിടെ IMAXലൊക്കെ വരണം എന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു വലിയ സ്ക്രീനിലിരുന്ന് കാണണമെന്ന് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വാൻഡറിങ് എർത്തിൻ്റെ തേർഡ് പാർട്ട്. സോ അതിന് മുമ്പ് ഈ 2 പാർട്ടൊന്ന് കണ്ടു വെച്ച് നോക്കുക. നല്ല രസമുള്ള പടങ്ങളാണ്, കണ്ടു നോക്കുക. ലോജിക്കൊന്നും ആലോചിക്കരുത്. ഞാൻ പറഞ്ഞ ലോജിക്ക് മൈൻഡ് വെച്ചിട്ടാണ് ഈ ഒരു പടം കാണണ്ട. ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ് ഞാൻ പറയില്ല. ഭൂമിനെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് പറിച്ചിടാന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്താ ഇത് അങ്ങനെയല്ലേ, ആ പരിപാടിയൊന്നുമല്ല. ലോജിക്ക് നോക്കാതെ കാണുന്നവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള 2 പടങ്ങളാണ്. ഒന്ന് നെറ്റ്ഫ്ലിക്സിലുണ്ട്, ഒന്ന് ആമസോൺ പ്രൈമിലും ഉണ്ട്. കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.